ഗുജറാത്തിയുടെ അരവിന്ദ് കെജ്രിവാളിനെ, ഒരു മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചത് എന്ന വീഡിയോയുടെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന മലയാളം പരിഭാഷയാണ് ഈ വീഡിയോ. നമസ്കാർ ദോസ്ത്. 2024 മാർച്ച് 21 ഏകദേശം രാത്രി 9 മണി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയുടെ വാതിലുകൾ തുറക്കപ്പെട്ടു. പുറത്ത് 12 ED ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിരിക്കുന്നു. അവരുടെ പക്കൽ ഒരു സെർച്ച് വാറന്റ് ഉണ്ട്. അത് മാത്രമല്ല, പുറത്ത് ദ്രുതകർമ്മസേനയെയും വിന്യസിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ മറ്റു മന്ത്രിമാർ തങ്ങളുടെ മുഖ്യമന്ത്രിയെ കാണാൻ കാത്തുനിന്നെങ്കിലും അവരെ അനുവദിച്ചില്ല. ആദ്യം റെയ്ഡ് നടത്തുന്നു, തുടർന്ന് ചോദ്യം ചെയ്യൽ. പിന്നീട് രാത്രി കനത്തതോടെ സംഭവിച്ചതോ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു. സിറ്റിംഗ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു. The sitting chief minister of Delhi, Mr. Arvind Kejriwal, has been arrested. പിന്നീട് അടുത്ത 10 ദിവസങ്ങൾക്കുള്ളിൽ ED കസ്റ്റഡി, ശേഷം തീഹാർ ജയിൽ. ഇതെല്ലാം സംഭവിച്ചത് ഒരു മദ്യനയത്തിന്റെ പേരിലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ അന്വേഷണ ഏജൻസികൾ CBIയും EDയും ഒട്ടുമിക്ക മുഖ്യധാരാ മാധ്യമങ്ങളും എല്ലാ TV ന്യൂസ് ചാനലുകൾ തുടങ്ങി എല്ലാവരും പറഞ്ഞത് ഇതിൽ ദശലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ്. പക്ഷേ 2 വർഷത്തിന് ശേഷം കോടതിയുടെ വിധി വരുമ്പോൾ മനസ്സിലാവുന്നത് കഥ ഇതൊന്നുമല്ലെന്നാണ്. ഈ കേസ് അത്രയും വ്യാജമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. CBI തെളിവായി നൽകിയത് പെൻസിൽ കൊണ്ട് എഴുതിയ കുറച്ച് പേപ്പറുകൾ മാത്രമാണ്. തെളിവുകൾ അത്ര കണ്ട് അടിസ്ഥാനരഹിതമായതുകൊണ്ട് തന്നെ ഈ കേസ് വിചാരണ പോലും അർഹിക്കുന്നില്ലെന്ന് കണ്ട കോടതി എല്ലാവരെയും വെറുതെ വിട്ടു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലെ മിക്കവരും മാസങ്ങളോളം, മറ്റു ചിലർ വർഷങ്ങളോളം യാതൊരു കുറ്റവും ചെയ്യാതെ ജയിലിൽ കഴിഞ്ഞുവെന്നതാണ്. ചോദ്യം ഇതാണ്: ഒരു മുഖ്യമന്ത്രിയെ അടക്കം ജയിലിലിടാൻ മാത്രം ഇത്രയും വലിയൊരു വ്യാജ കേസ് എങ്ങനെയാണ് കെട്ടിച്ചമച്ചത്? കോടതി ഉത്തരവിൽ എഴുതിയ കാര്യങ്ങൾ കണ്ടാൽ നിങ്ങളൊക്കെ ശരിക്കും ഞെട്ടിപ്പോകും. അതൊന്നും നിങ്ങൾക്ക് ഒരു മീഡിയയിലും എവിടെയും കിട്ടില്ല വായിക്കാൻ പോലും. അഥവാ ഇതേക്കുറിച്ച് അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവർ സ്വയം എക്സ്പോസ്ഡ് ആവുകയേ ഉള്ളൂ. ഈ കഥ ശരിക്കും ആരംഭിക്കുന്നത് 2020 ഫെബ്രുവരി 11 അന്നാണ് ആദ്യത്തെ മണി മുഴങ്ങിയത്. അത് ആർക്കു വേണ്ടിയാണ് മുഴങ്ങിയതെന്ന് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാകും. ആ ദിവസമാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വിധി വന്നത്. അതിൽ 70 സീറ്റിൽ ആം ആദ്മി പാർട്ടി 62 സീറ്റുകളും വിജയിച്ച് 2ാം തവണയും സർക്കാർ രൂപീകരിച്ചു. ഈ വിജയം വളരെ വിശേഷപ്പെട്ട ഒന്നായിരുന്നു. കാരണം 2015 ആദ്യത്തെ വിജയം ഷീല ദീക്ഷിതിനെതിരെ നിലനിന്നിരുന്ന ഭരണഘടനാ വിരുദ്ധ വികാരങ്ങൾക്ക് ലഭിച്ച നേട്ടമെന്ന് പറഞ്ഞ് എഴുതി തള്ളിയെങ്കിൽ 2020 ഈ വിജയം അവരുടെ പ്രവൃത്തികൾക്കുള്ള ഉത്തരമായിരുന്നു. ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ സർക്കാർ ആശുപത്രികളുടെയും സ്കൂളുകളുടെയും രൂപം തന്നെ മാറ്റിമറിച്ചു. അതിന്റെ ആരവങ്ങൾ രാജ്യത്ത് മാത്രം ഒതുങ്ങിയില്ല, ലോകത്താകെ അലയടിച്ചു. UN ജനറൽ സെക്രട്ടറിമാരായ ബാൻ കി മൂണും കോഫി അന്നനും ആപ്കി മൊഹല്ല ക്ലിനിക്കുകളെ വാഴ്ത്തി. വിദ്യാഭ്യാസ മോഡലിനെ കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുകഴ്ത്തി പാടിക്കൊണ്ടിരുന്നു. അതിന്റെ പ്രശസ്തിയേറിയപ്പോൾ ലണ്ടൻ എഡ്യൂക്കേഷൻ വേൾഡ് ഫോറത്തിൽ അത് അവതരിപ്പിക്കപ്പെട്ടു. ഇവരുടെ ഹാപ്പിനെസ് പദ്ധതിയെ, പാഠ്യപദ്ധതിയെ ലോക എക്കണോമിക് ഫോറം അഭിനന്ദിച്ചു. അമേരിക്കയുടെ പ്രഥമ വനിത മിലാനിയ ട്രംപ് ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളിലെ ഹാപ്പിനെസ് ക്ലാസ് അനുഭവിച്ചറിഞ്ഞു. ആപ്പിന്റെ തിരഞ്ഞെടുപ്പ് വിജയം വന്ന സമയം എന്ന് പറയുന്നത് BJP ഷാഹീൻ ബാഗിനെ വിഷയമാക്കി ഹിന്ദു മുസ്ലിം വിദ്വേഷം ഉയർത്തിക്കൊണ്ട് വോട്ടുകൾ വെട്ടിപ്പിടിക്കാൻ നോക്കിയിരുന്ന സമയത്താണ്. बटन दबाओ तब इसने गुस्से के साथ दबाना कि बटन यहाँ बाबतपुर में दबे, करंट शाहीन बाग के अंदर लगे. ആപ്പിന്റെ ആരോഗ്യ മേഖലയെയും വിദ്യാഭ്യാസത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാട് രാജ്യത്ത് ഒരു പുതിയ രാഷ്ട്രീയ മാതൃക അവതരിപ്പിക്കുകയായിരുന്നു. सारी दिल्ली मिलके 2 करोड़ के 2 करोड़ वोट सारे के सारे इस बार स्कूलों के नाम पे पढ़ने चाहिए, इस बार अस्पतालों के नाम पे पढ़ने चाहिए. ഏതൊരു പൗരനും ഈ രാജ്യത്തിന് വേണ്ടി ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരഞ്ഞെടുക്കാൻ വളരെ എളുപ്പമായി തീരുന്നു. അതുകൊണ്ട് തന്നെ 2022 മാർച്ച് 10 പഞ്ചാബിലും ആം ആദ്മി പാർട്ടി റെക്കോർഡ് വിജയം നേടുന്നു. 117-ൽ 92 സീറ്റുകൾ. 2012 രൂപം കൊണ്ട ഈ പാർട്ടി 10 വർഷത്തിനുള്ളിൽ 2 സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരിച്ചു. അതായിരുന്നു 2ാമത്തെ അപായമണി. പഞ്ചാബ് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഹിമാചൽ പ്രദേശിലും വലിയ പിന്തുണ ലഭിക്കുന്നു. അവിടെ 68 സീറ്റിലും തങ്ങൾ മത്സരിക്കുമെന്ന് പാർട്ടി പ്രഖ്യാപിക്കുന്നു. ഈ ദൗത്യത്തിന്റെ നേതൃത്വം മൊഹല്ല ക്ലിനിക്കുകളുടെ ശില്പിയായ സത്യേന്ദ്ര ജെയിനായിരുന്നു.
ഈ പേരൊന്ന് ഓർത്തു വെക്കണേ, കാരണം മുന്നോട്ട് പോകുന്നതും വളരെ പ്രാധാന്യമുള്ള ഒരു പേരാണത്. ഹിമാചലിൽ ഒരു സെക്കൻഡറി ഫോക്കസ് ആയിരുന്നു. പഞ്ചാബിലെ വിജയത്തിന് ശേഷം ആപ്പിന്റെ പ്രധാന ലക്ഷ്യം ഗുജറാത്ത് ആയിരുന്നു. 2022 ഏപ്രിൽ 2 ഒരു മാസത്തിനകം അരവിന്ദ് കെജ്രിവാളും ഭഗവത് മന്നും ഗുജറാത്തിലെത്തുന്നു. ഡൽഹിക്കും പഞ്ചാബിനും ശേഷം ഗുജറാത്തിലും അഴിമതി തുടച്ചു നീക്കാൻ സമയമായിരിക്കുന്നുവെന്ന് കെജ്രിവാൾ പ്രസംഗിക്കുന്നു. ഗുജറാത്ത് को जिताने के लिए आए हैं. गुजरात से भ्रष्टाचार खत्म करना है. ഗുജറാത്തിലെ എല്ലാ സീറ്റിലും ആപ്പ് മത്സരിക്കുമെന്ന് വളരെ ഉത്സാഹത്തോടെ പാർട്ടി പ്രഖ്യാപിക്കുന്നു. ഗുജറാത്ത് ആണെങ്കിൽ മോദിയുടെയും BJPയുടെയും വീടെന്നാണ് അറിയപ്പെടുന്നത്. അവിടെ നേരിട്ട് മത്സരിക്കുക എന്നാൽ മോദിയുടെ അഭേദ്യമായ പ്രതിച്ഛായയെ വെല്ലുവിളിക്കുക എന്നാണ് അർത്ഥം. ഇതാണ് മൂന്നാമത്തെയും അവസാനത്തേതുമായ അപായമണി. കാരണം ഈ ഒരു ഘട്ടം മുതൽ കാര്യങ്ങളെല്ലാം തകിടം മറിയാൻ തുടങ്ങി. ഗുജറാത്ത് റാലിക്ക് ശേഷം ഒരു മാസം കഴിഞ്ഞ് 2022 മെയ് 30 സത്യേന്ദ്ര ജെയിനെ ED അറസ്റ്റ് ചെയ്തു. 2017 ഓഗസ്റ്റിൽ CBI ഫയൽ ചെയ്തൊരു മണി ലോണ്ടറിംഗ് കേസായിരുന്നു അത്. ഇതിന്റെ ടൈം ലൈൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 2017 കേസാണ്, പക്ഷെ അറസ്റ്റ് ചെയ്യുന്നത് പഞ്ചാബിലെ വിജയം നേടി 2 മാസത്തിനുള്ളിൽ. കാരണം ഹിമാചലിൽ ആപ്പിന്റെ വികസനത്തിന് ഇദ്ദേഹമായിരുന്നു നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് ഹിമാചൽ പ്ലാൻ ഇവിടെ പൊട്ടിത്തകരുന്നു. അതുകൂടാതെ സത്യേന്ദ്ര ജെയിൻ ഡൽഹിയുടെ ആരോഗ്യമന്ത്രി കൂടിയായിരുന്നു. ഡൽഹിയുടെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ലോകത്താകെ ഉയർന്ന അഭിനന്ദനങ്ങൾ എല്ലാം ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടുണ്ടായതാണ്. ഒരസ്ത്രത്തിൽ 2 ലക്ഷ്യങ്ങൾ. ഇത് കമ്മ്യൂണിറ്റി ക്ലിനിക്കുകളിൽ നിറയെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആരോഗ്യവും വിദ്യാഭ്യാസവും എന്ന 2 തൂണുകളിലാണ് ഡൽഹി മോഡൽ ഉറച്ചു നിന്നിരുന്നത്. അതിൽ ആരോഗ്യം തകർന്നു. അടുത്തത് വിദ്യാഭ്യാസ മന്ത്രി മനീഷ് സിസോദിയ. ഇവിടെ മുതലാണ് മദ്യനയത്തിന്റെ പേരിലുള്ള യഥാർത്ഥ കളി തുടങ്ങുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ, ചീഫ് സെക്രട്ടറി, CBI തുടങ്ങി ഓരോരുത്തരായി തങ്ങളുടെ കളികൾ ആരംഭിച്ചു. 2022 ജൂലൈ 8 ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാർ ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയ്ക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഡൽഹി മദ്യനയം 2021-2022 നിരവധി നിയമലംഘനങ്ങൾ ഉണ്ടെന്നാണ്. മനീഷ് സിസോദിയ ഈ നയം രൂപീകരിക്കുമ്പോൾ നിയമങ്ങൾ ലംഘിച്ച് നിരവധി തീരുമാനങ്ങൾ എടുത്തു എന്നാണ് ആരോപണം. ഈ നയം കൊണ്ട് സർക്കാർ ഖജനാവിന് 580 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ആരോപണം. 22 ജൂലൈയിൽ ഈ കേസ് CBI അന്വേഷിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവിടുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരെല്ലാവരും കേന്ദ്ര സർക്കാർ നിയമിച്ച പദവികളിൽ ഇരിക്കുന്നവരാണ്. കേന്ദ്ര സർക്കാർ നിയോഗിച്ച ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് എഴുതി, കേന്ദ്ര സർക്കാർ നിയോഗിച്ച ലഫ്റ്റനന്റ് ഗവർണർ അത് സ്വീകരിച്ചു. കൂടാതെ കേന്ദ്ര സർക്കാർ ഏജൻസിയായ CBIക്ക് അത് തെളിയിക്കാനുള്ള ഉത്തരവ് ലഭിക്കുന്നു. ഒരു IPL ടീം ഉടമയ്ക്ക് അമ്പയർ ആവാനുള്ള അവസരം ലഭിക്കുകയും എതിർ ടീമിനെ ഈ അമ്പയർ പുറത്താക്കുന്നത് പോലെ എല്ലാം ഒരേ പക്ഷത്തുള്ളവർ, റിപ്പോർട്ട് എഴുതുന്നയാൾ, അത് സ്വീകരിക്കുന്നയാൾ, അന്വേഷിക്കുന്നവർ എല്ലാം ഒരേ ടീമിന്റെ ഭാഗം. 2022 ഓഗസ്റ്റ് 17 CBI ഈ വിഷയത്തിൽ FIR ഫയൽ ചെയ്യുന്നു. അതിൽ മനീഷ് സിസോദിയെ 1ാം പ്രതിയാക്കുന്നു. ആകെ 15 പേരെ പ്രതികളാക്കുന്നു. 2 ദിവസത്തിന് ശേഷം മനീഷ് സിസോദിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. ഇവിടെ ഉയരുന്ന ചോദ്യം ഇതാണ്: എന്താണ് മദ്യനയം? ലളിതമായി പറഞ്ഞാൽ ഇതൊരു പുതിയ നയമായിരുന്നു. മദ്യഷാപ്പുകളെ സ്വകാര്യവൽക്കരിക്കുന്നതായി 2021 നവംബറിലാണ് ആപ്പ് സർക്കാർ ഈ നയം കൊണ്ടുവന്നത്. പഴയ നയത്തിൽ സർക്കാർ സ്വയമാണ് മദ്യം വിറ്റിരുന്നത്. എന്നാൽ പുതിയ നയത്തിൽ സ്വകാര്യ കമ്പനികൾക്ക് ലൈസൻസ് നൽകി. ഇതിൽ ലൈസൻസ് ഫീസ് 8 ലക്ഷത്തിൽ നിന്ന് 75 ലക്ഷമാക്കി ഉയർത്തി. മൊത്ത വ്യാപാരികളുടെ ലൈസൻസ് വർഷത്തിൽ 5 കോടിക്കാണ് വിറ്റത്. അതിൽ നിന്നെല്ലാം 7041 കോടിയുടെ വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിച്ചതെങ്കിലും 8900 കോടി രൂപയാണ്, അതായത് എത്ര രൂപയാണ് ഈ സ്കീമിൽ നിന്നും സർക്കാർ പ്രതീക്ഷിച്ചത്, അതിന്റെ 27% കൂടുതൽ നേടാൻ സർക്കാരിനായി. പക്ഷെ ഇവിടെ ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, ഖജനാവിൽ നിന്ന് പണം കുറയുമ്പോഴാണ് ഒരു സ്കാം ഉണ്ടാവേണ്ടത്. മറിച്ച് ഇവിടെ പണം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. സർക്കാരിന്റെ വരുമാനം വർദ്ധിച്ചിട്ടും അഴിമതി ആരോപണം നേരിടുന്ന ഒരു പക്ഷേ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ അഴിമതി ആരോപണമാകും ഇത്. ഇതെല്ലാം വിശദീകരിക്കേണ്ടത് സത്യത്തിൽ മാധ്യമങ്ങളായിരുന്നു. എന്നാൽ നമ്മുടെ TV ചാനലുകളാകട്ടെ ലിക്കർ ഗേറ്റ്, ഷറാബ് ഘോട്ടാല തുടങ്ങിയ തലക്കെട്ടുകൾ കൊടുത്ത് കേന്ദ്രത്തിനൊപ്പം നിന്നു. ഇതൊരു അഴിമതി അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് CBI കേസെടുത്ത് അന്വേഷിക്കുന്നുവെന്നതാണ് മാധ്യമങ്ങളുടെ ചോദ്യം. CBI बार-बार हम लगातार ये बता रहे हैं कि दस्तावेजों के आधार पर कार्रवाई करती है. നിങ്ങൾ ഇവിടുത്തെ ലോജിക് ഒന്ന് നോക്കിയേ. ആദ്യം അന്വേഷണം നടത്തുക. അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കുറ്റം ചെയ്തിട്ടുണ്ടാവും. പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് പറയുന്നു നിങ്ങൾ നിരപരാധിയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചതുപോലെയാണ്. മാധ്യമങ്ങൾ പറയുന്നത് യാതൊന്നും ചിന്തിക്കാതെ അങ്ങനെ തന്നെ വിഴുങ്ങുന്നതാണ് ജനങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. വിഷയത്തെ ആഴത്തിൽ പഠിക്കില്ല, പുറമേ നിന്ന് കാണുന്നതിനെ സത്യമെന്ന് വിശ്വസിക്കും.
ഇനിയാണ് കേട്ടോ നമ്മുടെ ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. പുതിയ മദ്യനയം പുറത്തു വന്നതിന് ശേഷം ലഫ്റ്റനന്റ് ഗവർണർ സ്വന്തം ഇഷ്ടപ്രകാരം ചട്ടം മാറ്റുന്നു. അത് കാരണം 300-400 ഷോപ്പുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നു. വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്നു. ലൈസൻസ് എടുത്ത വ്യാപാരിക്കും വലിയ നഷ്ടമുണ്ടായി. അതോടെ അവർ തങ്ങളുടെ ലൈസൻസുകൾ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി തുടങ്ങി. CBIയുടെ അന്വേഷണവും ലഫ്റ്റനന്റ് ഗവർണറുടെ ഇടപെടലും കാരണം ഡൊമിനോസ് ഇഫക്റ്റ് ഉണ്ടായി. സ്വകാര്യ കമ്പനികൾ സമ്മർദ്ദത്തിലായി. അവസാനം 2022 സെപ്റ്റംബർ 1 ആപ് സർക്കാർ ഈ മദ്യനയം പിൻവലിച്ചു. അത് മാധ്യമങ്ങൾക്ക് പുതിയൊരു കണ്ടെത്തലിന് വഴിവെച്ചു. അഥവാ നയത്തിൽ യാതൊരു പ്രശ്നവുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മദ്യനയം പിൻവലിച്ചു എന്നതായി മാധ്യമങ്ങളുടെ ചോദ്യം. ഉത്തരം വളരെ ലളിതമാണ്. CBIയും ലഫ്റ്റനന്റ് ഗവർണറും ചേർന്ന് മദ്യനയം നടപ്പാക്കുന്നത് വളരെ ദുഷ്കരമാക്കി തീർക്കുകയായിരുന്നു. പക്ഷെ ഇതൊക്കെ ആരാണ് പൊതുജനത്തോട് വിളിച്ചു പറയുക? ആ വർഷം മദ്യത്തോടെ മദ്യനയം പിൻവലിച്ചിട്ടും അത്തവണ ഡൽഹി സർക്കാരിന്റെ എക്സൈസ് വരുമാനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 6821 ഉയർന്നു. ഈ അധിക വരുമാനം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസത്തിനും ഉപയോഗിച്ച് ഇനിയും വിപ്ലവങ്ങൾ കൊണ്ടുവരാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് സാഹിബ് സ്വന്തം കാലിൽ മഴുവെടുത്തിടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഓരോരുത്തരെയായിട്ട് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. 2022 സെപ്റ്റംബർ 27 വിജയ് നായർ അറസ്റ്റിലായി. വിജയ് നായർ ആപ്പിന്റെ കമ്മ്യൂണിക്കേഷൻ ഹെഡ് ആയിരുന്നു. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഹെഡ് ഒരു നിർണായക ഘടകമായിരുന്നു. രാജാവിന്റെ ജീവൻ തത്തയിലാണെന്ന് കേട്ടിട്ടില്ലേ? ഗുജറാത്ത് മോദിക്ക് ആ തത്തയായിരുന്നു. ഈ എല്ലാ അറസ്റ്റിന് ശേഷവും തൊട്ടടുത്ത മാസം നടന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി 13% വോട്ട് നേടുകയും 5 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്യുന്നു. ഈ 13% വോട്ട് ഷെയറിൽ രാജാവ് വിയർത്തു കുളിച്ചു എന്ന് പറഞ്ഞാൽ മതി. കാരണം അതിനുശേഷം ഈ ഗൂഢാലോചന അവസാനിച്ചേയില്ല, അത് കൂടിക്കൊണ്ടിരുന്നു. ഫെബ്രുവരി 26 CBI മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തു. ഇരട്ട അറസ്റ്റ് തന്ത്രമാണ് ഇവിടെ പയറ്റിയത്. ആദ്യം CBIയുടെ അറസ്റ്റ്, പിന്നെ EDയുടെ അറസ്റ്റ്. മാർച്ച് 9 അദ്ദേഹത്തെ PMLA കേസിൽ അറസ്റ്റ് ചെയ്തു. PMLA എന്താണെന്ന് അറിയുന്നത് ഇവിടെ വളരെ പ്രധാനമാണ്. കാരണം ഈ മുഴുവൻ ഗൂഢാലോചനയുടെയും ബ്രഹ്മാസ്ത്രം ഈ PMLA ആണ്. PMLAയുടെ പൂർണ്ണ രൂപമാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. മയക്കുമരുന്ന് കടത്തിനും തീവ്രവാദ ഫണ്ടിനുമൊക്കെ എതിരെയാണ് ഇത് ആദ്യമായി കൊണ്ടുവന്നത്. എന്നാൽ പിന്നീട് ഇത് പ്രതിപക്ഷ നേതാക്കളുടെ അറസ്റ്റ് ലക്ഷ്യം വെച്ച് മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി. ഈ നിയമത്തിന്റെ ഗുരുതരമായ സംഗതി ഇതിൽ ജാമ്യം ലഭിക്കാൻ വളരെ പ്രയാസമാണ്. ഏതൊരു ക്രിമിനൽ നിയമത്തിന്റെയും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധിയാണെന്ന ബോധ്യമാണ്. പക്ഷെ PMLAയിൽ ഇതെല്ലാം തകിടം മറിയുന്നു. ഇതിന്റെ 45-ാം വകുപ്പ് വ്യക്തമാക്കുന്നത് ആരോപിതർ കുറ്റക്കാരല്ലെന്ന് ജഡ്ജിന് ബോധ്യം വന്നാൽ മാത്രമേ അവർക്ക് ജാമ്യം ലഭിക്കൂ എന്നാണ്. ഇവിടെ പാറ്റേൺ വളരെ വ്യക്തമാണ്. ആദ്യത്തെ അഴിമതി കേസിൽ CBIയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുക, പിന്നീട് ജാമ്യം കിട്ടുന്നതിന് മുമ്പ് PMLA കേസിൽ പെടുത്തി EDയെ കൊണ്ട് വീണ്ടും അറസ്റ്റ് ചെയ്യിപ്പിക്കുക. ഇവിടെ രാജാവിനുണ്ടായ ബുദ്ധിമുട്ട് ഇത്രയും അറസ്റ്റുകൾ നടത്തിയിട്ടും ആരും തിരിഞ്ഞോടിയില്ലെന്നതാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കൾക്ക് ഇതുപോലെ എന്തെങ്കിലും അഴിമതി കേസ് വരികയാണെങ്കിൽ ജയില് കാണിച്ച് പേടിപ്പിക്കുകയോ ചെയ്താൽ അവർ വേഗം പോയി BJPയിൽ ചേരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ കേസിൽ സത്യേന്ദ്ര ജെയിനോ മനീഷ് സിസോദിയോ വിജയ് നായരോ BJPയിൽ ചേർന്നില്ല. അതുകൊണ്ട് തന്നെ ആകെയുള്ള പോംവഴി ഇവരെ ഡൽഹി തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുക എന്നതാണ്. ഡൽഹിയുടെ മുഴുവൻ ഭരണത്തെയും ഇല്ലാതാക്കുക, ഒന്നും ചെയ്യാൻ അനുവദിക്കരുത്, എല്ലാ നല്ല കാര്യങ്ങളിലും തടസ്സമുണ്ടാക്കുക. അതിനായി 2023 മെയ് 19 മോദി സർക്കാർ ഒരു പുതിയ ഓർഡിനൻസ് കൊണ്ടുവരുന്നു. ഗവൺമെന്റ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി അമെൻമെന്റ് ആക്ട് ഓർഡിനൻസ്. ഇതിൽ പറയുന്നത് ഡൽഹിയിലെ മുഴുവൻ സിവിൽ സർവന്റിന്റെയും മേൽ ലഫ്റ്റനന്റ് ഗവർണർക്കായിരിക്കും പൂർണ്ണാധികാരം. തെരഞ്ഞെടുക്കപ്പെട്ട ഡൽഹി സർക്കാരിനല്ലെന്ന്. ഇതിന്റെ അർത്ഥം മുഖ്യമന്ത്രി കെജ്രിവാളിന് തന്റെ സ്വന്തം ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരെ മാറ്റാൻ പോലും അധികാരമില്ല. അഥവാ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പണിയെടുക്കുന്നതിന് കെജ്രിവാളിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പണിയെടുക്കുന്നില്ലെങ്കിൽ എന്തിന് സ്വന്തം പ്യൂണിനെ വരെ മാറ്റാൻ അദ്ദേഹത്തിന് അനുവാദമില്ലായിരുന്നു. അതിനുശേഷം കെജ്രിവാൾ സർക്കാരിന്റെ കൈകൾ പൂർണ്ണമായും കെട്ടിയിട്ടതുപോലെയായി. ഇവിടെ രസകരമായ കാര്യം പറയേണ്ടതുണ്ട്. 2025 BJP ഡൽഹി തിരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ ലഫ്റ്റനന്റ് ഗവർണറുടെ പേര് എങ്ങനെയാണ് ആ വാർത്തകളിൽ നിന്ന് അപ്രത്യക്ഷമായതെന്ന് നോക്കൂ. പക്ഷെ എത്ര കാലം ആപ്പ് ഡൽഹിയിൽ അധികാരത്തിലിരുന്നുവോ അന്നെല്ലാം ലഫ്റ്റനന്റ് ഗവർണർ തലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്നു. 2023 ഒക്ടോബർ 4 ആപ്പിന്റെ രാജ്യസഭാ MP സഞ്ജയ് സിംഗിനെ ED അറസ്റ്റ് ചെയ്യുന്നു. അവിടെയും മദ്യനയ അഴിമതി തന്നെയാണ് കാരണം പറയുന്നത്. ഈ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും ആം ആദ്മിയുടെ മുതിർന്ന നേതാക്കളെല്ലാം ജയിലിലായി. ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതൊരിക്കലും സംഭവിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത നേതൃത്വം വഹിക്കുന്ന നേതാക്കളെല്ലാം ഒരേ സമയം ജയിലിൽ കിടക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. ഇനി മുഖ്യമന്ത്രി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. 2024 മാർച്ച് 21 അതും നടക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുന്നു. Arvind Kejriwal was arrested by the Enforcement Directorate in connection with the alleged liquor scam case.
മദ്യനയ അഴിമതിയിലെ കിങ് പിൻ ആണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ED അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കൃത്യം 2 മാസം മുമ്പാണ് ഈ അറസ്റ്റ് നടക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ കേസ് എത്ര വ്യാജമാണെന്ന് ഏതൊരു കുട്ടിക്കും മനസ്സിലാകുമെന്ന് അന്നേ പറഞ്ഞിരുന്നു. 2024 സെപ്റ്റംബർ 13 സുപ്രീം കോടതി കെജ്രിവാളിന് ജാമ്യം നൽകി. പക്ഷെ ഓഫീസിൽ പോകാൻ പാടില്ലെന്നും ഫയലുകൾ ഒപ്പുവെക്കരുതെന്നും ഔദ്യോഗിക തീരുമാനങ്ങൾ എടുക്കരുതെന്നുമുള്ള വ്യവസ്ഥകളിലായിരുന്നു ജാമ്യം. ഡൽഹി ഭരണത്തിനേറ്റ അവസാന പ്രഹരമായിരുന്നു അത്. ആദ്യം ലഫ്റ്റനന്റ് ഗവർണർ, പിന്നെ മോദി ഓർഡിനൻസ്, അവസാനം സുപ്രീം കോടതിയുടെ വ്യവസ്ഥകൾ. മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനം വെറും പേരിനു മാത്രമായി ചുരുങ്ങി. 100% അധികാരവും പിടിച്ചെടുത്തു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് 2024 സെപ്റ്റംബർ 17 അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി പദം രാജിവെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, और जब तक जनता अपना फैसला ना सुना दे कि केजरीवाल ईमानदार है तब तक मैं सीएम की कुर्सी के ऊपर नहीं बैठूंगा. അവിടെ നിന്ന് ഇങ്ങോട്ട് ഡൽഹി തിരഞ്ഞെടുപ്പിന് വെറും 4 മാസമായിരുന്നു ബാക്കി. ആ 4 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവരെ കൊണ്ട് പാർട്ടി വിട്ട് തങ്ങളുടെ പാർട്ടിയിൽ ചേരാൻ BJP സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. ഏകദേശം 13 സിറ്റിംഗ് MLA മാർ, 3 മുൻ MLA മാർ, 10-ലധികം കൗൺസിലർമാർ എന്നിവർ BJPയിൽ ചേർന്നു. ഇത്തവണ BJPയുടെ പ്രചാരണം ഈ മദ്യനയത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു. എല്ലാ ഹോർഡിങ്ങുകളിലും TV പരസ്യങ്ങളിലും റാലികളിലും ഈ അഴിമതി ഉപയോഗിച്ച് വലിയ പ്രചാരണം നടത്തി. അതിനർത്ഥം മറുവശത്ത് ആം ആദ്മി പാർട്ടിക്ക് യാതൊന്നും ഉയർത്തി കാണിക്കാനുണ്ടായിരുന്നില്ല. കാരണം അവരുടെ ഉന്നത നേതാക്കളെല്ലാം കഴിഞ്ഞ 3 വർഷത്തിലധികമായി തടവിലായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അധികാരങ്ങളെല്ലാം പിടിച്ചെടുത്ത് DNCTC നിയമം ബാക്കിയുള്ളതും കൊണ്ടുപോയി 2025 ഫെബ്രുവരി 8 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി വരുന്നു. BJP 48 സീറ്റ് വിജയിച്ചപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് വെറും 22 സീറ്റുകൾ. ഇതുപോലെയാണ് 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ BJP അധികാരത്തിൽ വരുന്നത്. ഇതൊക്കെയായിട്ടും BJPയുടെയും ആപ്പിന്റെയും വോട്ട് ഷെയറിൽ 2.2% വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. BJPക്ക് 45.81% വോട്ടുകൾ ലഭിച്ചപ്പോൾ ആപ്പിന് 43.55% വോട്ടുകളാണ് ലഭിച്ചത്. വർഷങ്ങളുടെ നെഗറ്റീവ് മാധ്യമ കവറേജ്, നേതാക്കന്മാരെ ജയിലിലടച്ചു, എല്ലാ ഭരണവും അവസാനിപ്പിച്ചിട്ടും വോട്ട് ഷെയറിലുള്ള വ്യത്യാസം 2.2% മാത്രമാണെന്ന് പറഞ്ഞത് എത്ര അതിശയകരമാണ്. 2022 ആരംഭിച്ച ആ പദ്ധതി ഇപ്പോൾ പൂർത്തിയായി. അതിന്റെ ഫലമായി ഡൽഹിക്കാർക്ക് ഒരു പുതിയ സമ്മാനം ലഭിച്ചിരിക്കുന്നു. പുതിയ മുഖ്യമന്ത്രി रेखा गुप्ता. अब जब तक 70 साल से वो कर रहे थे EVM हैक तो कुछ नहीं हो रहा था, हमने कर लिया तो बुरा लग गया. ये सही है मामला. मुझे नहीं पता ये जहाँ फाइल पे कहते हैं आप उठा लगा दो मैं वहीं लगा दूं. अब ये जाने और तुम जानो. और AQI एक ऐसा आपका टेम्परेचर है आपको जो किसी भी इंस्ट्रूमेंट से पता चलता है. ഇവിടെ നിന്ന് നമുക്കൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് ഒരു വർഷം മുന്നിലോട്ട് പോകാം. 2026 ഫെബ്രുവരി 27 ഈ വിഷയത്തിൽ കോടതി അന്തിമ വിധി പ്രഖ്യാപിക്കുന്നു. ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ചരിത്രത്തിൽ ഈ വിധി ഒരു നാഴികക്കല്ലിന്റെ നിമിഷമായി മാറുകയാണ്. കോടതി പറഞ്ഞത് ഈ മദ്യനയ കേസ് ഒരു പ്രഥമ ദൃഷ്ട്യാ കേസെടുക്കാൻ പോലും ശക്തമായ കേസല്ലെന്നാണ്. ഒറ്റ നോട്ടത്തിൽ പോലും സംശയം തോന്നാത്ത ഈ കേസിനെ ഗുരുതരമായ സംശയം തോന്നാമെന്നത് വലിയ വിദൂരമായ കാര്യമാണെന്നാണ് കോടതി പറഞ്ഞ വാക്കുകൾ. ഞാൻ വായിക്കാം. CBI ഇന്നിവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ച മദ്യനയ കേസ് കോടതിയുടെ സൂക്ഷ്മ പരിശോധനയിൽ നിലനിൽക്കുന്നതിൽ തീർത്തും പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. കാര്യം എന്താണെന്ന് കൂട്ടുകാരെ, ഈ കേസ് മുഴുവനും മാപ്പുസാക്ഷികളെ ആശ്രയിച്ചുള്ളതായിരുന്നു. ആരായി മാപ്പുസാക്ഷി? കുറ്റാരോപിതനായ ഒരാൾ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ സർക്കാരിന്റെ സാക്ഷിയാകുന്നു. അവരാണ് മാപ്പുസാക്ഷി. ആ പ്രവൃത്തിക്ക് പ്രത്യുപകാരമായി അവർക്ക് പണം ലഭിക്കുന്നു. ഈ കേസിലെ ഏറ്റവും രസകരമായ മാപ്പുസാക്ഷിയായിരുന്നു ശരത് ചന്ദ്ര റെഡ്ഡി. അയാളുടെ കഥ വളരെ രസകരമാണ്. ഒരു കേസിൽ ഇയാൾ മാപ്പുസാക്ഷിയാണ്, അതായത് സർക്കാരിന്റെ സാക്ഷി. വേറെ ഒരു കേസിൽ ഇയാൾ കുറ്റാരോപിതനാണ്. PMLA കേസിൽ ജാമ്യം ജപിക്കില്ലെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇയാൾക്ക് നടുവേദനയാണെന്ന് പറഞ്ഞ് ജാമ്യം നൽകി. ജഡ്ജിമാരുടെ ഒന്നേ പറഞ്ഞുള്ളൂ, തനിക്ക് നടുവേദനയാണെന്ന്. അപ്പൊ തന്നെ ജാമ്യവും കിട്ടി. രസകരമായൊരു കാര്യം, ഈ കേസിൽ പിടിച്ചെടുത്ത തൊണ്ടി മുതൽ എന്ന് പറയുന്നത് മണി ട്രെയിൽ അതൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് പക്ഷെ ആം ആദ്മി പാർട്ടിക്കുള്ളതായിരുന്നില്ല, മറിച്ച് BJPയുടേതായിരുന്നു. ഇലക്ട്രൽ ബോണ്ടിലൂടെ ശരത് ചന്ദ്ര റെഡ്ഡി BJPക്ക് പണം നൽകിയിരുന്നു. അയാളുടെ കമ്പനി അരബിന്ദോ ഫാർമ 5 കോടി രൂപ അയാളുടെ അറസ്റ്റിന് 5 ദിവസങ്ങൾക്ക് ശേഷം നൽകി. തുടർന്ന് മാപ്പുസാക്ഷിയായി 2 മാസത്തിന് ശേഷം 25 കോടി രൂപയും BJPക്ക് നൽകി. ഒരു കൊച്ചു കുഞ്ഞിന് വരെ അറിയാം എന്താണ് ഇന്ന് സംഭവിക്കുന്നതെന്ന്. ഇവിടെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, BJPക്ക് കുറച്ച് പണം സംഭാവന ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇയാളെ മാപ്പുസാക്ഷിയാക്കിയപ്പോൾ 5 ഇരട്ടി പണം അയാൾ വീണ്ടും BJPക്ക് നൽകി. ഏത് വ്യക്തിയാണോ ആം ആദ്മി പാർട്ടിക്ക് പണം നൽകി പരിപോഷിപ്പിച്ചു എന്ന് ആരോപിച്ചത്, വാസ്തവത്തിൽ അദ്ദേഹം പണം നൽകി സഹായിച്ചത് BJPയാണ്. ഇനി അടുത്തയാളുടെ കഥ നോക്കാം.
മങ്കുദ റെഡ്ഡി. അദ്ദേഹം സ്വയം പറയുന്നത് കെജ്രിവാളിനെ കണ്ടുവെന്നും മദ്യം ബിസിനസ് ചെയ്യാനുള്ള പിന്തുണയും മാർഗനിർദ്ദേശവും ആവശ്യപ്പെട്ടു എന്നുമാണ്. പണം നൽകാനുള്ള ഉത്തരവാദിത്തം മകൻ രാഘവിനെ ഏൽപ്പിച്ചു. മങ്കുദായുടെ അവകാശവാദം തെളിയിക്കാനായി പ്രോസിക്യൂഷൻ രാഘവയെ തന്നെ സാക്ഷിയാക്കി. അതെങ്ങനെ സാധിക്കുമെന്നാണ് കോടതി വിധിന്യായത്തിൽ എഴുതിയത്. ഒരു കുറ്റാരോപിതൻ വേറൊരു കുറ്റാരോപിതന് വേണ്ടി സാക്ഷി പറയാൻ നിയമത്തിൽ വകുപ്പില്ല. ഇനി ഈ കേസിന്റെ ഏറ്റവും രസകരമായ ഭാഗത്തിലേക്ക് വരാം. പ്രോസിക്യൂഷൻ പറഞ്ഞത് 44.54 കോടി രൂപയുടെ കള്ളപ്പണം ഡൽഹിയിൽ നിന്ന് ഗോവയിലേക്ക് ഹവാല ചാനൽ വഴി അഴിച്ചു എന്നാണ്. ഈ പണം മദ്യനയ അഴിമതിയിൽ നിന്നും നേടിയതാണെന്നാണ് ആരോപണം. അതിന്റെ തെളിവെന്തായിരുന്നു? പെൻസിൽ കൊണ്ട് എഴുതിയിട്ട കുറെ ലൂസ് പേപ്പറുകൾ. 10ൽ 6 പേരും വെള്ള പേപ്പറിൽ പെൻസിലിൽ കൊണ്ട് എന്തോ എഴുതിയത് തെളിവായി നൽകി. അതിൽ 4 പേർക്ക് റെക്കോർഡ്സ് തന്നെ ഇല്ല. അതായത് കോടിക്കണക്കിനുള്ള മണി ട്രെയിൽ സ്ഥാപിക്കുന്നതിനായി CBI ലൂസ് പേപ്പറിൽ പെൻസിൽ കൊണ്ട് എഴുതിയ തെളിവുകൾ ഹാജരാക്കി. അത് തെളിവാക്കി സ്വീകരിക്കാൻ കോടതി തയ്യാറായില്ല. അതുകൂടാതെ 2021 ജനുവരിയിലെ ഒരു സുപ്രധാന ക്യാബിനറ്റ് നോട്ട് മനീഷ് സിസോദിയ ഒളിപ്പിച്ചുവെന്നാണ് CBI കോടതിയിൽ ആരോപിച്ചത്. അതിലാണ് മദ്യനയത്തിനെതിരെയുള്ള നിയമപരമായ അഭിപ്രായങ്ങൾ എഴുതിയതെന്നാണ് CBI വാദം. എന്നാൽ വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഈ ലീഗൽ അഭിപ്രായങ്ങളെ നേരിട്ട് അവതരിപ്പിക്കാതെ CBI അവയെ 14,000 ഇമെയിലുകൾക്കൊപ്പം ചേർത്താണ് കോടതിയിൽ സമർപ്പിച്ചത്. ജഡ്ജി ഇതിനെ സപ്രഷൻ ബൈ ഒബ്സിക്യൂരിറ്റി എന്നാണ് വിശേഷിപ്പിച്ചത്. CBI മനഃപൂർവ്വം കാര്യങ്ങളെല്ലാം ഒളിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ കോടതി CBIയുടെ രേഖകളെല്ലാം പരിശോധിച്ചപ്പോൾ ലീഗൽ അഭിപ്രായങ്ങളിൽ മനീഷ് സിസോദിയയ്ക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തി. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി നോക്കൂ. ആരോപിതന് അനുകൂലമായി വരേണ്ട തെളിവിനെ CBI 14,000-ഓളം വരുന്ന ഇമെയിലുകൾക്കൊപ്പം അടച്ചുമൂടി. മനീഷ് സിസോദിയ ഭരണഘടനാപരമായ എല്ലാ വെല്ലുവിളികളെയും നോക്കിക്കണ്ടാണ് മദ്യനയം രൂപീകരിച്ചതെന്ന് കോടതി കണ്ടെത്തി. അതിൽ യാതൊരുവിധ കൃത്രിമത്വവും കാണിച്ചിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കി. ഈ നയം ലഫ്റ്റനന്റ് ഗവർണറുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നും മന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും ലഫ്റ്റനന്റ് ഗവർണറുടെ സെക്രട്ടേറിയറ്റ് ഈ നയത്തെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെയെങ്കിൽ ഒരു അഴിമതി ആരോപണമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഉപമുഖ്യമന്ത്രി മാത്രം പ്രതിയാകുന്നുവെന്നുമാണ് കോടതി ചോദിച്ചത്. ലഫ്റ്റനന്റ് ഗവർണർ അല്ലേ ഈ നയം അംഗീകരിച്ചത്? എങ്കിൽ അദ്ദേഹം പ്രതിയാവില്ലേ? ഒരേ രേഖയിൽ ഒരാളെ കുറ്റവാളിയും മറ്റേയാളെ വെറുതെ വിടാനും ആവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഉത്തരവിന്റെ 194 പേജിൽ ഇക്കാര്യം കോടതി വ്യക്തമായി എഴുതി. ജഡ്ജ്മെന്റിന്റെ പൂർണ്ണ രൂപം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് CBI പറഞ്ഞത് അരവിന്ദ് കെജ്രിവാൾ ഈ മദ്യനയത്തിന്റെ കിങ് പിൻ ആണെന്നാണ്. കാരണം അദ്ദേഹമായിരുന്നു ഏറ്റവും സമുന്നതനായ നേതാവ്. പക്ഷെ ആദ്യത്തെ ചാർജ് ഷീറ്റിൽ കേജ്രിവാളിന്റെ പേര് എവിടെയും ഉണ്ടായിരുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. രണ്ടാമത്തെ ചാർജ് ഷീറ്റിലും കേജ്രിവാളിന്റെ പേരില്ല, മൂന്നാമത്തേതിലും ഇല്ല. 4ാമത്തെ സപ്ലിമെന്ററി ചാർജ് ഷീറ്റിൽ മാത്രമാണ് കേജ്രിവാളിന്റെ പേര് ഉൾപ്പെടുത്തിയത്. എന്നിട്ടും നിങ്ങൾ പറയുന്നു അദ്ദേഹം കിങ് പിൻ ആണെന്ന്. കേജ്രിവാളിനെതിരെ CBIയുടെ പക്കലുണ്ടായിരുന്ന ഏക തെളിവ് ഒരു മാപ്പുസാക്ഷിയുടെ മൊഴിയായിരുന്നു, മങ്കുദ റെഡ്ഡിയുടെ മൊഴി. തെളിവായി നൽകാൻ പോകുന്ന കൂടിക്കാഴ്ചയാ 10-12 പേരുടെ മുന്നിലാണ് നടന്നതെന്നാണ് കോടതി പറഞ്ഞത്. പക്ഷെ അതിശയകരെന്ന് പറയട്ടെ, അതിൽ ആരുടെയും സാക്ഷിമൊഴി എടുത്തില്ലെന്ന കാര്യവും കോടതി ചോദിച്ചു. കേജ്രിവാൾ ഡൽഹിയിലോ ഹൈദരാബാദിലോ യാതൊരു ഗൂഢാലോചന യോഗങ്ങളിലും പങ്കെടുത്തിട്ടില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഈ ഗൂഢാലോചന മെനയുന്ന കാലത്ത് കേജ്രിവാൾ സിസോദിയയുടെയോ മറ്റു കുറ്റാരോപിതരെയോ കണ്ടിട്ടില്ല. അതായത് ആരെയാണോ ഈ അഴിമതിയിലെ കിങ് പിൻ എന്ന് CBI വിളിക്കുന്നത്, ആ വ്യക്തിയെ ആരോപണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരുമായും കാണുകയോ ഏതെങ്കിലും യോഗത്തിൽ പങ്കെടുക്കുകയോ ചെയ്തു എന്ന് സ്ഥാപിക്കാൻ CBIക്ക് സാധിച്ചില്ല. കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: CBI ആദ്യം ഈ കേസിന്റെ പര്യവസാനം തീരുമാനിച്ചു. എന്നിട്ട് ആ പര്യവസാനത്തിന് ചേരുന്ന വിധത്തിൽ വസ്തുതകൾ നിരത്തി. ഇതൊരു അന്വേഷണമായിരുന്നില്ല, ഇത് മുൻകൂട്ടി നിശ്ചയിച്ച നറേറ്റീവ് ആയിരുന്നു. അതിൽ കുറെ പേര് ഫിറ്റാക്കി. കോടതി പറയുന്നത് ഇത് കൊറിയോഗ്രഫി ചെയ്യപ്പെട്ട ഒരു അഭ്യാസമായിരുന്നു എന്നാണ്. CBI ഉദ്യോഗസ്ഥനെതിരെ ഡിപ്പാർട്ട്മെന്റൽ അന്വേഷണത്തിനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്ത് കളിയാണ് ഇവിടെ കളിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ഈ പറയപ്പെടുന്ന മദ്യനയ അഴിമതിക്കെതിരെ CBI 4 വർഷം അന്വേഷണം നടത്തി. അതിനായി വിഭവങ്ങൾ ചെലവഴിച്ചു, ചാർജ് ഷീറ്റുകൾ ഫയൽ ചെയ്തു, ഡൽഹിയിലെ സദ്ഭരണത്തെ മുഴുവൻ ഇല്ലാതാക്കി, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെട്ട ലോകമാകെ വാഴ്ത്തിയ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും തകർത്തു. മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ജേർണലിസ്റ്റുകളുടെയും യൂട്യൂബേഴ്സിന്റെയും കടമയായിരുന്നു ഇതിലെ സത്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്ന്. പക്ഷെ അവരിലേറെയും പേർ CBIയുടെ ചാർജ് ഷീറ്റിനെ വസ്തുതകളാക്കി റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. Evidence there, so they suggest phone records and statements coming in along with money trail, and that money has exchanged many hands. പക്ഷെ വാസ്തവം ഇതാണ് കൂട്ടുകാരെ, അന്വേഷണ ഏജൻസിയുടെ ചാർജ് ഷീറ്റിൽ എഴുതിയ കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല. അവർക്ക് ചാർജ് ഷീറ്റിൽ തോന്നിയതൊക്കെ എഴുതി പിടിപ്പിക്കാനാകും. ഒരുപക്ഷെ നാളെ അവർ പറയും സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നുവെന്ന്. പക്ഷെ ഇക്കാര്യങ്ങളൊക്കെ
കോടതിയിൽ തെളിയിക്കപ്പെടാത്തിടത്തോളം ഇതൊക്കെ അന്വേഷണ ഏജൻസിയുടെ വെറും അഭിപ്രായങ്ങൾ മാത്രമായിരിക്കും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എപ്പോഴൊക്കെ മാധ്യമങ്ങൾ മാധ്യമ വിചാരണ നടത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ അന്വേഷണ ഏജൻസികളുടെ കുറ്റപത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കും. NDTVയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. ഏജൻസികൾ വർഷങ്ങളോളം കേസ് കൊണ്ട് നടന്നു, റെയ്ഡ് നടത്തി, റോയിയെ വളഞ്ഞു, പ്രണോയ് റോയ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന് മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ പരത്തി. പക്ഷെ ചാനൽ അദാനിക്ക് വിറ്റപ്പോൾ NDTVയിൽ യാതൊരു അഴിമതിയും കണ്ടെത്താനായില്ലെന്ന് പറഞ്ഞ് CBI സ്വയം ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചു. അധികാരമോഹിയായ ഒരു രാജാവ് തന്റെ അധികാരം നിലനിർത്താനായി എത്രത്തോളം തരം താഴുമെന്നതിന്റെ ഉദാഹരണമാണ് ഈ രണ്ട് സംഭവങ്ങളും. പക്ഷെ കഥ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ആരൊക്കെ അക്ഷരാഭ്യാസമില്ലാത്ത രാജാവിന്റെ മുന്നിൽ നട്ടെല്ല് നിവർത്തി നിന്നിട്ടുണ്ട്, അപ്പോഴെല്ലാം രാജാവിന് വലിയ വേദന തോന്നിയിട്ടുണ്ട്. ഒന്നും വേണ്ട, കേജ്രിവാളിന് ജാമ്യം അനുവദിച്ച വിചാരണ കോടതിയിലെ ജസ്റ്റിസിനെ എടുക്കാം. അതേതേ സ്ഥലം മാറ്റി. അത് മാത്രമല്ല, സ്ഥലം മാറ്റിയതിനു ശേഷം ഒരു സർക്കുലർ ഇറക്കി. അതിലെല്ലാ വെക്കേഷൻ ജഡ്ജിമാരോടും ജസ്റ്റിസുമാരോടും പറയുന്നത് അവർക്കായിരിക്കും അന്തിമ വിധി പറയാൻ സാധിക്കില്ലെന്നും റെഗുലർ ബെഞ്ചിന് നോട്ടീസ് നൽകാനേ പാടുള്ളൂ എന്നുള്ള ഒരു സർക്കുലർ. ഇതുപോലെ 2020 ഡൽഹി കലാപത്തിന്റെ കാലത്ത് BJP നേതാക്കൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ഡൽഹി പോലീസിനോട് ആവശ്യപ്പെട്ട് ഉത്തരവിട്ടതിന്റെ പിന്നാലെ ജസ്റ്റിസ് മുരളീധരനെ മോദി സർക്കാർ ട്രാൻസ്ഫർ ചെയ്തു. ഇതുതന്നെയാണ് സമ്പലിലെ CJM ജഡ്ജ് വിഭാൻഷു സുധീറിനും സംഭവിച്ചത്. സമ്പൽ ആക്രമണത്തിൽ പോലീസിനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ട് ഉത്തരവിറക്കിയ ജസ്റ്റിസിനെ ഒരാഴ്ചക്കകം സ്ഥലം മാറ്റി. ഇവിടെ പാറ്റേൺ വളരെ ക്ലിയർ ആണ്. ഇനി നോക്കാനുള്ളത് ഈ മദ്യനയത്തിൽ വിധി പ്രസ്താവിച്ച ഈ ജഡ്ജിമാർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കുറച്ച് സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. രാജാവിന്റെ സന്ദേശം വളരെ വ്യക്തമാണ്. അഥവാ നിങ്ങളൊരു സർക്കാരിനെതിരെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇത് വെറും ജഡ്ജിമാരുടെ മാത്രം കാര്യമല്ല, തന്റെ അടുത്തോടെ ഇടപെടുന്ന എല്ലാ ഉദ്യോഗസ്ഥരുടെയും എല്ലാ ഓഫീസർമാരുടെയും കാര്യമാണ്. ധൈര്യം കാണിച്ചാൽ ഇവരെ എടുത്ത് സ്ഥലം മാറ്റിക്കളയും. ഈ വിധി വന്നതിന് ശേഷം കോടതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ കേജ്രിവാൾ കരഞ്ഞുപോയി. മോദിയും അമിത്ഷായും ഒന്നിച്ച് നടത്തിയ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗൂഢാലോചനയാണ് ഇതെന്നാണ് കേജ്രിവാൾ പറഞ്ഞത്. मोदी जी ने और अमित शाह जी ने मिलके आजाद भारत का सबसे बड़ा राजनीतिक षड्यंत्र रचा। आम आदमी पार्टी को खत्म करने के लिए आम आदमी पार्टी के सबसे बड़े 5 नेताओं को जेल में डाल दिया गया। यहाँ तक कि सिटिंग चीफ मिनिस्टर, जो आज तक भारत के इतिहास में कभी नहीं हुआ, सिटिंग चीफ मिनिस्टर को उसके घर से घसीट कर जेल में डाला गया और 6 महीने तक जेल में रखा गया। ഇത് വെറും ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ കഥയല്ല, ഇതൊരു ടെംപ്ലേറ്റ് ആണ്. ആദ്യം ഏജൻസികളെ വിടുക, പിന്നീട് മാധ്യമ വിചാരണ, പിന്നീട് വർഷങ്ങളോളം ജയിലിൽ നരകിപ്പിക്കുക. കോടതി വിധി വരുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും, സർക്കാർ മാറിയിട്ടുണ്ടാവും, ചാനൽ വിറ്റഴിഞ്ഞിട്ടുണ്ടാകും. ഈ കേസ് നയിച്ച CBI അന്വേഷണ ഉദ്യോഗസ്ഥന് മേലാണ് കോടതി എല്ലാ കുറ്റവും ചാർത്തുന്നത്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, അദ്ദേഹം ഇതെല്ലാം സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാണോ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ വ്യാജ കേസിൽ അറസ്റ്റ് ചെയ്യാനും എന്നിട്ട് അദ്ദേഹത്തിന് പുറകെ പോകാനും ധൈര്യം ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഇത് ഡൽഹി ആം ആദ്മി പാർട്ടിയുടെ കഥയല്ല, ഇത് അധികാരക്കൊതി കൊണ്ട് അന്ധനായിപ്പോയ ഒരു രാജാവിന്റെ കഥയാണ്. അധികാരം നിലനിർത്താൻ കോടിക്കണക്കിന് സാധാരണക്കാരുടെ ജീവൻ വരെ ഇല്ലാതാക്കുന്ന ഒരു രാജാവിന്റെ കഥ. ഇത് ഇനിയും അവസാനിച്ചിട്ടില്ല. ഹൈക്കോടതി, കീഴ്ക്കോടതി ജസ്റ്റിസിന്റെ പരാമർശങ്ങളിൽ സ്റ്റേ വിധിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കഥയിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട്. രാജ്യത്തെ സ്വേച്ഛാധിപതിയെ നിലയ്ക്ക് നിർത്താൻ, രാജ്യത്ത് ശരിയായ മാറ്റം കൊണ്ടുവരാൻ നട്ടലുള്ള ഒരേ ഒരാളുടെ ആവശ്യമേ ഉള്ളൂ. ഈ വീഡിയോ അവർക്കുള്ളതാണ്. സർവീസിലിരുന്നിട്ടും അതീവ ധൈര്യം കാണിക്കുന്നവർക്ക്, സമ്മർദ്ദമുണ്ടായിട്ടും ശരിയായ ജോലി ചെയ്യുന്നവർക്ക്, തങ്ങളുടെ പോസ്റ്റിനേക്കാൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ ജഡ്ജിമാർക്കും. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ഈ ധീരതയ്ക്ക് പക്ഷേ വളരെയധികം വില കൊടുക്കേണ്ടി വരും. സ്ഥലം മാറ്റം, തരം താഴ്ത്തൽ, പാർശ്വവൽക്കരിക്കൽ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എന്നാണോ ഈ സിസ്റ്റത്തിലെ ഭൂരിഭാഗം ജനങ്ങളും എപ്പോഴും ശരിയുടെ പക്ഷം പിടിക്കുന്നത്, അന്ന് ഈ രാജ്യം സ്വയം ഉയർത്തെഴുന്നേൽക്കും. അന്ന് രാജ്യം സ്വയം ഉയരങ്ങളിലെത്തും.